ഹലോ, വെൽക്കം ടു ട്രിപ്പിൾ എസ് ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറശ്ശിനിക്കടവിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ്. ഹസ്ബൻഡിൻ്റെ സജിയേട്ടൻ്റെ കസിൻ സിസ്റ്ററുടെ മാരേജ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം മുമ്പേ പോയിട്ട് നമ്മൾ പറശ്ശിനിക്കടവിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. ആ ഹോട്ടലിൽ വേറെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, ഫുഡും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. പക്ഷേ അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ മൊബൈൽ ടോർച്ച് ഓൺ ചെയ്ത് വെച്ചിട്ടാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പറഞ്ഞ് തമാശ പറഞ്ഞ് ഇറങ്ങി വരുന്നത് കാണുന്നു. പിന്നെ നമ്മൾ പെരിന്തൽമണ്ണ രായിരനല്ലൂർ മല വഴിയായിട്ട് പോകുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ നാറാണത്ത് ഭ്രാന്തൻ്റെ പ്രതിമ കാണാൻ പറ്റും. രായിരനല്ലൂർ മല അവിടെ തുലാം 1 മാത്രമാണ് കേട്ടോ നട തുറക്കുന്നത്. ഞങ്ങൾ ഒരു തവണ മോൻ ചെറുതായിരിക്കുന്ന സമയത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതവിടെ കാണാം. ആ മലയുടെ മേലെ നിന്നാണ് നാറാണത്ത് ഭ്രാന്തൻ കല്ലുകൾ ഉരുട്ടി വിട്ടതെന്നാണ് കേട്ടോ ഐതിഹ്യം. പിന്നെ നമ്മൾ ആ വഴി വന്നു. ഏകദേശം കോഴിക്കോട് റൂട്ടിലേക്ക്, ഹൈവേ ഇപ്പോൾ പണി നടക്കുന്ന ബൈപ്പാസ് റൂട്ടിലേക്ക് നമ്മൾ കയറി. പിന്നെ നമ്മൾ ഡീസലൊക്കെ അടിക്കാൻ കയറി, വാഷ്റൂമിലൊക്കെ പോയി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം ഉച്ചയായിട്ടോ. അപ്പോൾ കോഴിക്കോട് ഭാഗം എത്തിയിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഏകദേശം ഉച്ചയോട് കൂടിയിട്ട് കോഴിക്കോട് എത്തിയത്. പക്ഷേ നമ്മളൊരു ലഞ്ച് കഴിക്കാനായിട്ട് കോഴിക്കോട് ഭാഗത്ത് ഏതോ ഒരു സ്ഥലത്താണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് വീഡിയോസ് അധികം എടുക്കാൻ സാധിച്ചില്ല. ഒരു ചെറിയ ഷോപ്പ് തന്നെയായിരുന്നു. അപ്പോൾ അതിനിടയിൽ കൂടെ മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു ഇടയിൽ. പിന്നെ അത് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ നിർത്തിയത്. പിന്നെ അവിടെ നിന്ന് പറശ്ശിനിക്കടവിലേക്ക് വീണ്ടും ഒരു 2 മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏകദേശം ഒരു 3-3:30 നമ്മൾ പറശ്ശിനിക്കടവിൽ എത്തിയിട്ടോ. ഈ പാലത്തിൻ്റെ മേലെ നിന്ന് നോക്കിയാൽ പറശ്ശിനിക്കടവ് അമ്പലം കാണാൻ പറ്റും. അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. പിന്നെ ചുറ്റി അങ്ങോട്ട് പോകണം. പിന്നെ നമ്മൾ റൂം നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പറശ്ശിനി ടൂറിസ്റ്റ് ഹോം നമ്മളെപ്പോഴും വരുമ്പോൾ ഇവിടെ തന്നെയാണ് കേട്ടോ എടുക്കാറുള്ളത്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഏകദേശം ആ സമയം ഇതായിരുന്നു ഒരു ഫാമിലി റൂം, ഒരു നോർമൽ റൂമാണ് കേട്ടോ. അതായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ വന്ന് കുറച്ച് നേരം ആ ട്രാവലിങ്ങിൻ്റെ ഒരു ക്ഷീണമൊക്കെ തീർക്കാനായിട്ട് കുറച്ച് നേരം ഉറങ്ങി കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഈവനിങ്ങോട് കൂടിയിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ വൃശ്ചിക മാസം ആയതുകൊണ്ട് തന്നെ വെള്ളാട്ടം ഒക്കെ ഉള്ളത് വൈകുന്നേരമാണ്, പകലൊന്നുമില്ല. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫ്രഷായി കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടൊരു 6 മണിയോടുകൂടി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും റെഡിയായി ഡ്രസ്സൊക്കെ മാറി അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കും തന്നെ നല്ല തിരക്കുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതവിടെയുള്ള ഷോപ്സാണ്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്കാട്ടോ പോയത്. അത്യാവശ്യം കുട്ടികളും കാര്യങ്ങളും നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ലീവ് ഡേയ്സും കൂടെയാണ്, സാറ്റർഡേ സൺഡേയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഈവനിങ് ടൈമും ആണല്ലോ, വെയിലോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ കാണുന്ന ആ ഭാഗത്താണ് കേട്ടോ പ്രസാദം കൊടുക്കുന്നത്. ഇവിടുത്തെ പ്രസാദം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നേരത്തെ മീനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പയറും തേങ്ങാക്കൊത്തും ചായയാണ് അവിടുത്തെ മെയിനായിട്ടുള്ള പ്രസാദം. ഒരു ചെറിയ കൂത്തമ്പലം കണ്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ അവിടെ നിന്ന് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതിറങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് വഴി പുഴയുടെ ഭാഗത്തേക്ക് നടന്നു വന്നതാണ് കാണുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു. ഊട്ടുപുരയാണത്. ഉച്ചയ്ക്കാണ് അവിടെ ഭക്ഷണമൊക്കെ ഉള്ളത്. പിന്നെ ഇതാണ് അതിൻ്റെ മെയിൻ കവാടമായിട്ട് കാണുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ബോട്ട് സർവീസ് ഉണ്ട് അവിടെ നിന്ന് പറശ്ശിനിക്കടവ്, വളപട്ടണം അങ്ങോട്ടൊക്കെ. അത് പക്ഷേ 6:30 വരെ ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തേക്കൊക്കെ പോയിട്ട് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ച് പൊരി കടകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മോനെന്തോ ചെറിയ ഐറ്റംസൊക്കെ അവിടെ നിന്ന് വാങ്ങി. കുറച്ച് കടകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വീണ്ടും ഞങ്ങൾ തിരിച്ച് നടന്നു. അപ്പം നല്ല ഫ്രെയിം ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊരു മുത്തപ്പൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിമും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ റൂമിലേക്ക് എത്തി. പിന്നെ നൈറ്റ് ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ടാട്ടോ റൂമിലേക്ക് വന്നത്.
അങ്ങനെ രാത്രി അവിടെ ഹോൾഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ നമ്മൾ കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങുന്നത്. കല്യാണം കണ്ണൂർ തളിപ്പറമ്പാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് രാവിലെ തന്നെ വെക്കേറ്റ് ചെയ്തു. കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോരുവാണ് കേട്ടോ. നേരെ ഇനി കണ്ണൂർ തളിപ്പറമ്പിലേക്കാണ് പോകുന്നത്. അവിടേക്ക് സജിയേട്ടൻ്റെ ചേട്ടായി, അമ്മ, ചേച്ചി ഇവരെല്ലാവരും തന്നെ തലേ ദിവസം അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, കല്യാണ വീട്ടിൽ. നമ്മളാണ് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടോ. പെണ്ണും ചെക്കനും ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അമ്മച്ചിയും ചേട്ടായി എല്ലാവരും വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മളവിടെ എത്തി. ഇതായിരുന്നു മണ്ഡപം. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി റെസ്റ്റ് ചെയ്തിരിക്കുക, അവരെല്ലാവരും വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പോയി വെയിറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടായും അമ്മയും എല്ലാവരും അവിടെ എത്തി. പിന്നെ ചെക്കനും ചെക്കൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ. ചെക്കൻ ആദ്യം എത്തി കേട്ടോ. പിന്നെ അമ്മച്ചി ഇതാണ് കേട്ടോ സജിയേട്ടൻ്റെ അമ്മ. അപ്പോൾ അവരും എല്ലാവരും വന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ ചെക്കൻ വന്നതിന് ശേഷം പെൺകുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പെൺകുട്ടിയുടെ ഈ ഫ്ലവർ ഡെക്കർ പിടിച്ചിരിക്കുന്നത് ചേട്ടായിയുടെ 2 മക്കളാണ് കേട്ടോ. അങ്ങനെ കെട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മൊത്തം ഫോട്ടോ സെഷൻ, അനുഗ്രഹം വാങ്ങിക്കൽ, ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അതായത് ചേട്ടായി, ചേച്ചി ഇവരെല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് വീഡിയോസ് പുറത്ത് നിന്ന് ചേട്ടായിയുടെ മോനെ എടുത്തു തന്നതാണ് കേട്ടോ, കുറച്ച് വീഡിയോസ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ കല്യാണം ഒക്കെ ഗംഭീരമായിട്ട് കൂടാൻ പറ്റി. അങ്ങനെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് താഴേക്ക് വന്നപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് തൊട്ട് നമ്മൾ കാണുന്ന ഐറ്റംസ്. ഇപ്പോൾ ഉള്ള മാരേജിനൊന്നും അധികം കണ്ടിട്ടില്ല. കണ്ണൂരൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ ഈ സ്റ്റിക്കർ ഫോട്ടോ കൊടുക്കലൊക്കെ. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ചിട്ട് തിരിച്ചിറങ്ങി കേട്ടോ. പിന്നെ നമ്മുടെ കൂടെ ചേട്ടായും അമ്മച്ചിയും പിന്നെ ചേട്ടായിയുടെ ഒരു മകനും കൂടെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് പിറ്റേ ദിവസം തന്നെ പോയിട്ട് അത്യാവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ചേച്ചിയും ഒരു മോനും അവിടെ നിന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഏകദേശം സമയം വൈകിട്ട് ഇറങ്ങാനായിട്ട്. പിന്നെ കോഴിക്കോട് ഭാഗത്തെത്തിയപ്പോഴത്തേക്കും കനത്ത മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. അത് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കോഴിക്കോട് വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ ടൗൺ വഴിയല്ല വന്നത്, ഹൈവേ വഴിയായിരുന്നു. ഹൈവേയിൽ തന്നെ വെള്ളം കെട്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ ടൗണിൻ്റെ കാര്യം പറയണ്ടല്ലോ, അത്ര മഴയായിരുന്നു. നമുക്കൊന്നും കാണാൻ പോലും പറ്റാത്ത, ഡ്രൈവിങ്ങിൽ ഒന്നും കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള മഴയായിരുന്നു. അങ്ങനെ ഒരുപാട് രാത്രിയായിട്ട് നമ്മൾ എത്തിയപ്പോൾ തന്നെ അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന വഴിയിൽ തന്നെ ഹോട്ടലിൽ നിന്ന് നൈറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. പിറ്റേ ദിവസമാണ് കേട്ടോ അവർ പോവുക. അടുത്ത ദിവസത്തെ ട്രെയിനാണ് അമ്മച്ചിയും എല്ലാവരും തിരിച്ച് പോകുന്നത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും